ഹലോ ഓൾ. ഡാർക്ക് പവർ അല്ലെങ്കിൽ ഡാർക്ക് ടെക്നോളജീനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Dark is going to make the new era of technology in all fields of science. With dark we see the new era of medical science with the use of quantum computing with artificial intelligence for the treatment of people. Dark gives a new revolution to computing by making it fast processing. It gives a new era of internet speed and data encryption. ഇങ്ങനെയാണ് ഡാർക്ക് ടെക്നോളജിയിലെ ഓരോ ലെറ്റേഴ്സും എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഓരോ ടെക്നോളജീനെയാണ്. ഫസ്റ്റ് വൺ ഡി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ടെക്നോളജി, എ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ആർ എക്സ്റ്റെൻഡഡ് റിയാലിറ്റി, യു ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. ഈ 4 ടെക്നോളജീസും ഒരു ബണ്ടിലായിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഡാർക്കിലെ 4 ടെക്നോളജീസും കറണ്ട് പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനും ലൈഫ് സിമ്പിളാക്കാനുമാണ് യൂസ് ചെയ്യുന്നത്. ഈ ടെക്നോളജീസും അതിൻ്റെ ആപ്ലിക്കേഷൻസ് വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് കാണാൻ പോകുന്നത്. ഇൻ്റർനെറ്റിന് 90s-ലും 2000-ലും എത്രത്തോളം പവർഫുൾ ആയിരുന്നെന്ന് നോക്കിയാൽ അധികം കമ്പനീസൊന്നും ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിരുന്നില്ല. അത് കോംപ്ലക്സും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ്സിന് ഒട്ടും യൂസ്ഫുൾ അല്ലാത്ത ഒരു കാഴ്ചപ്പാടായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഇൻ്റർനെറ്റ് ഇല്ലാതെ ഒരു കമ്പനിയും നിലനിൽക്കില്ല എന്ന് തന്നെയാണ് സത്യം. ഡാർക്ക് പവറിൻ്റെ വരവോടുകൂടി ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് കാണാൻ കഴിയുന്നത്. മുമ്പത്തെ ഡിജിറ്റൽ എറ എന്ന് പറയുന്നത് സ്മാക്ക് ആയിരുന്നു. സോഷ്യൽ, മൊബൈൽ, അനലറ്റിക്കൽ, ക്ലൗഡ്. ഇതാണ് സ്മാക്കിൻ്റെ ഫുൾ ഫോം. ഈ ഒരു സ്മാക്ക് എന്ന് പറഞ്ഞ എറയിൽ നിന്നും പുതിയ ഒരു ഡിജിറ്റൽ എറയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഡാർക്ക്? Dark is a combination of distributed ledger technology, artificial intelligence, extended reality, and quantum computing. Distributed ledger technology, that is the technology that expands network by eliminating the need of trusted third party. Artificial intelligence is the technology that optimizes the process and assets in strategic decision making. Extended reality, technologies that are experiential and immersive. And quantum computing technology that trans simultaneously at a massive scale for task optimization. ഇനി ഈ ഡാർക്ക് പവർ അല്ലെങ്കിൽ ഡാർക്ക് ടെക്നോളജിയിലെ ടെക്നോളജീസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ടെക്നോളജി. Distributed ledger technology is a digital system for recording the transaction of assets in which the transactions and their details are recorded in multiple places at the same time. Unlike traditional databases, distributed ledger have no central data store or administration functionality. Distributed ledger technologyയിൽ എന്താണ് ഈ ഡാറ്റേനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതാണ് മെയിൻ, ഡാറ്റേനെ റെക്കോർഡ് ചെയ്യുക എന്നുള്ളത്. ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജറിനെ ബ്ലോക്ക് ചെയിൻ എന്നും പറയാറുണ്ട്. അതായത് ഇൻ്റർനെറ്റിൻ്റെ ഒരു ലെയർ പോലെയാണ് എന്ത് ഈ ടെക്നോളജി വർക്ക് ചെയ്യുന്നത്. ഇത് പീപ്പിൾസിൻ്റെ ഇടയിലെ ട്രാൻസാക്ഷനെ സെക്യൂർഡായിട്ടും ട്രസ്റ്റഡ് ആയിട്ടും റെക്കോർഡ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രസ്റ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഈ ടെക്നോളജിനെയാണ്, അല്ലെങ്കിൽ ഈ മെഷീനെയാണ്. ബ്ലോക്ക് ചെയിനിൽ ട്രസ്റ്റ് ചെയ്യുന്നത് ടെക്നോളജിനെയാണ്. കമ്പ്യൂട്ടർ കോഡ്, മാത്തമാറ്റിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് റെക്കോർഡ് ചെയ്യുന്നത്. പീപ്പിൾസിനോ സെൻട്രലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനോ ഇതിൽ ഒരു റോളും ഉണ്ടാവില്ല എന്നതാണ് മറ്റൊരു കാര്യം. സോ ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജറിനെ നമുക്കിവിടെ ട്രസ്റ്റഡ് മെഷീനും എന്നും പറയാൻ പറ്റും. ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് ഇനേബിൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, ബ്ലോക്ക് ചെയിന് ട്രസ്റ്റഡ് ഡാറ്റാബേസിനെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. പണ്ടുകാലം തൊട്ട് ലെഡ്ജേഴ്സ് എക്കണോമിയുടെ ബാക്ക് ബോൺ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഗുഡ്സിൻ്റെ ബൈയിങ്, സെല്ലിങ്, കോൺട്രാക്റ്റ് പേയ്മെൻറ്റ്, റെക്കോർഡിംഗ് ഒക്കെ ഇതിൻ്റെ അകത്താണ് നടന്നത്. ആദ്യകാലങ്ങളിൽ റെക്കോർഡ് കല്ലിലായിരുന്നു, പിന്നീട് ക്ലേ ടേബിൾസിൽ, പിന്നെ പേപ്പേഴ്സിലേക്കായി, പിന്നെ ലെഡ്ജർ ബുക്കിലേക്കുമായി മാറി. ഈ ലെഡ്ജർ ബുക്ക് മോഡേൺ അക്കൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഈ ലെഡ്ജേഴ്സ് കറൻസിയുടെ ട്രേഡിംഗ് ഇവല്യൂഷൻ ഓഫ് ബാങ്കിങ്ങിനും സഹായകമായി. ലാസ്റ്റ് ഡിക്കേഡ്സിൽ ഈ റെക്കോർഡ്സ് എല്ലാം തന്നെ ഡിജിറ്റലൈസ്ഡ് ആയി മാറി കഴിഞ്ഞിരുന്നു. അതായത് ഈ പീപ്പിൾസ് ഒരുമിച്ചിരുന്ന് വർക്ക്
ചെയ്യുന്നതിൽ നിന്നും ഡിജിറ്റൽ കമ്പ്യൂട്ടറിലേക്ക് ഇത് റീപ്ലേസ്ഡ് ആയിക്കൊണ്ടിരുന്നു. ഇതുവഴിയാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്ന കോംപ്ലക്സ് ഗ്ലോബൽ എക്കണോമിക് സിസ്റ്റത്തിലേക്ക് മാറിയത്. ഇന്ന് റെക്കോർഡ് കീപ്പിംഗ് സിസ്റ്റം ഒന്നുകൂടി റിവല്യൂഷൻ ചെയ്തിട്ട് ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇങ്ങനെ ക്രിപ്റ്റോഗ്രാഫിക്കലി സെക്യൂർഡ്, ഫാസ്റ്റ്, ഡീസെൻട്രലൈസ്ഡ് ആയ ഈ ടെക്നിക്കിനെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ ടെക്നോളജി എന്ന് നമ്മൾ പറയുന്നത്. ഇതാണ് ഡാർക്കിയുടെ ഫസ്റ്റ് ടെക്നോളജി. അപ്പോൾ അടുത്ത ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇൻ ദി ഫീൽഡ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സംടൈംസ് കോൾഡ് മെഷീൻ ഇൻ്റലിജൻസ്, is intelligence demonstrated by machines in contrast to the natural intelligence displayed by humans and other animals. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ AI എന്ന് പറയാം. ഹ്യൂമൻ ബീയിങ്ങുമായിട്ടാണ് ഇവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കമ്പയർ ചെയ്യുന്നത്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു ബ്രോഡ് ബ്രാഞ്ചാണ് AI എന്ന് പറയുന്നത്. AIയുടെ മെയിൻ ഗോൾ തന്നെ ഇൻ്റലിജൻറ്റും ഇൻഡിപെൻഡൻറ്റും ആയിട്ട് സിസ്റ്റത്തിനെ ഫങ്ഷൻ ചെയ്യുക എന്നതാണ്. ഹ്യൂമൻ ബീയിങ്സിനെ സ്പീക്ക് ചെയ്യാനും അതുപോലെ തന്നെ ലിസൺ ചെയ്യാനുള്ള കഴിവുണ്ട്. AIയിലെ സ്പീച്ച് റെക്കഗ്നൈസേഷനാണ് യൂസ് ചെയ്യുന്നത്. അത് സ്റ്റാറ്റിക്കൽ ലേണിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഹ്യൂമണിൻ്റെ ചുറ്റുപാട് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള കഴിവുണ്ട്. AIയിൽ റോബോട്ടിക്സിലാണ് ഇത് നടക്കുന്നത്. ഹ്യൂമണിനേക്കാളും പാറ്റേൺ റെക്കഗ്നൈസേഷൻ AIക്ക് ഈസിയാണ് എന്നുള്ളതും പറയണം. പിന്നെ AI വർക്കാവുന്നത് സിംബോളിക് ലേണിങ്ങിനും മെഷീൻ ലേണിങ്ങിനും ആണ്. മെഷീൻ ലേണിംഗ് ഇവിടെ ഡാറ്റാബേസ് വെച്ചിട്ടാണ് വർക്ക് ആവുന്നത്. ഇതിന് ഈ മെഷീൻ ലേണിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഡാറ്റ ആവശ്യമായിട്ട് കൂടുതൽ ഡാറ്റ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അടുത്ത ടെക്നോളജിയാണ് എക്സ്റ്റെൻഡഡ് റിയാലിറ്റി. Extended reality is the term referring to all real and virtual combined environments and human-machine interaction generated by computer technology and wearables. Next, evolution in human and computer environment interaction എല്ലാം നടക്കുന്നത് ഈ XR ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, XR എന്ന് വെച്ചാൽ വെർച്വൽ റിയാലിറ്റി VR, ആഗ്യുമെൻ്റഡ് റിയാലിറ്റി AR, മിക്സഡ് റിയാലിറ്റി MR എന്നീ ടെക്നോളജികൾ ചേർന്നിട്ടാണ് XR ടെക്നോളജി ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ മിക്സഡ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഓഗ്യുമെൻ്റഡ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻറ്ററാക്റ്റീവ് എക്സ്പീരിയൻസ് ഓഫ് ദി റിയൽ വേൾഡ് എൻവയോൺമെൻറ്റ് വെർ ദി ഒബ്ജക്ട്സ് ദാറ്റ് റിസൈഡ് ഇൻ ദി റിയൽ വേൾഡ് are augmented by computer generated perceptual information. ഡിജിറ്റൽ ഒബ്ജക്ട്സിനെ ഹോളോഗ്രാം ആക്കിയിട്ട് അവിടെ ഉള്ള പോലുള്ളൊരു തോന്നൽ നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇൻട്രാക്ഷൻ ഒന്നും സാധ്യമല്ല ഇതിൽ ഓഗ്മെൻ്റഡ് റിയാലിറ്റി ARൽ. അതാണ് മിക്സഡ് റിയാലിറ്റി, സംടൈംസ് റെഫേർഡ് ടു ആസ് ഹൈബ്രിഡ് റിയാലിറ്റി, ഈസ് മെർജിങ് ഓഫ് ദി റിയൽ ആൻഡ് വെർച്വൽ വേൾഡ് to produce new environment and visualization where physical and digital object coexist and interact in real time. ഇൻഫർമേഷൻ മാപ്പ് ചെയ്തിട്ട് ഫിസിക്കലും ഡിജിറ്റലും ആയിട്ട് ഒന്നിപ്പിച്ച് അവയുമായിട്ട് ഇൻട്രാക്ഷനും നമുക്ക് ഇതിൽ മിക്സഡ് റിയാലിറ്റിയിൽ സാധ്യമാണ്. അടുത്തത് വെർച്വൽ റിയാലിറ്റി. Virtual reality VR an interactive computer generated experience taking place within a simulated environment. It incorporates mainly auditory and visual feedback but may also allow another type of sensory feedback. Fully immersive experience enable ചെയ്യുകയും അതുപോലെ തന്നെ ഫിസിക്കൽ വേൾഡിനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുകയാണ് വെർച്വൽ റിയാലിറ്റിയിൽ പറയുന്നത്. അപ്പോൾ ഈ എല്ലാ വെർച്വൽ എൻവയോൺമെൻറ്റ്സും ഹ്യൂമൻ മെഷീനും XRൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വെർച്വൽ റിയാലിറ്റിയും ഓഗ്മെൻ്റഡ് റിയാലിറ്റിയും മിക്സഡ് റിയാലിറ്റിയും കൂടി ചേർന്നിട്ടുള്ള ടെക്നോളജിയാണ് XR. ഓക്കെ, XR ടെക്നോളജി ഫുള്ളായിട്ട് പ്രാവർത്തികമാകാൻ വേണ്ടിയിട്ട് കുറച്ച് സിഗ്നിഫിക്കൻറ്റ് ലാർജ് എമൗണ്ട് ഓഫ് പ്രോസസ്സിംഗ് പവർ ആവശ്യമാണ്.
കുറച്ച് വർഷത്തിൽ തന്നെ നമുക്ക് XR പ്രാവർത്തികമാവുകയും റിയൽ വേൾഡും ഡിജിറ്റൽ വേൾഡും ബ്ലെൻഡായിട്ട് ഡീക്കേഡിലേക്ക് മാറുകയും ചെയ്യും. അതായത് ഈ മൂവീസിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു ഡിജിറ്റൽ വേൾഡിലേക്ക് മാറും. VR ടെക്നോളജി മെയിനായിട്ട് എൻ്റർടൈൻമെൻറ്റിനും ഗെയിമിനും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ XR ടെക്നോളജി നമ്മുടെ ഹെൽത്ത് കെയറിനും മാനുഫാക്ചറിങ്ങിനും മിലിറ്ററിയിലെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് എക്സ്റ്റൻഡഡ് റിയാലിറ്റി ടെക്നോളജിയിൽ പറയുന്നത്. അടുത്തതാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഈസ് ദ യൂസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്കൽ ഫിനോമിന സച്ച് ആസ് സൂപ്പർപൊസിഷൻ ആൻഡ് എൻറ്റാങ്കിൾമെൻറ്റ് to perform computations that are roughly analogous to those performed on a classical computer. ക്വാണ്ടം കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് മോഡേൺ സയൻസിലെ ഒരു സക്സസ്ഫുൾ സീരീസാണ്. ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്നത് മോഡേൺ സയൻസിലെ സക്സസ്ഫുൾ സീരീസാണ്. ക്വാണ്ടം കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ക്വാണ്ടം ഫിസിക്സിലെ ഒരു ലീഡിങ് ആപ്ലിക്കേഷനാണ്. കോംപ്ലക്സ് പ്രോബ്ലത്തിനെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ എന്തിനുണ്ട്? ഈ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന് ഉണ്ട്. ക്വാണ്ടം കമ്പ്യൂട്ടർ ഒരിക്കലും ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സിനെ റീപ്ലേസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. എന്താണ്? ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സിന് കഴിയാത്ത കാൽക്കുലേഷൻസിനെ ഇനേബിൾ ചെയ്യുകയാണ് ക്വാണ്ടം കമ്പ്യൂട്ടർ ചെയ്യുന്നത്. ഓക്കെ, ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സ് എന്താ ചെയ്യുന്നത്? ഇൻഫർമേഷൻസിനെ ബിറ്റ്സിലാണ് എടുക്കുന്നത്, സീറോസും വൺസും ആയിട്ട്. ഇപ്പോൾ ഈ സീറോസും വൺസും എന്താണ്? ഓൺ ഓഫ് എന്ന സ്വിച്ചുകളായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സിമ്പിൾ കാൽക്കുലേഷൻ പെർഫോം ചെയ്യാൻ 1 at a ടൈമാണ് ഇവിടെ ക്ലാസിക്കൽ കമ്പ്യൂട്ടറിൽ പറ്റുള്ളൂ. പക്ഷെ ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സിന് ബിറ്റ്സിനാണെങ്കിൽ ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സിൽ ബിറ്റ്സ് ആണെങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിൽ ഇവിടെ ക്യൂബിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ക്യൂബിറ്റ്സ് ഇവിടെ ക്വാണ്ടം ഫിസിക്സിൻ്റെ 2 കീ പ്രിൻസിപ്പിളായ സൂപ്പർ പൊസിഷൻ ആൻഡ് എൻറ്റാങ്കിൾമെൻറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഈ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിൽ ഓപ്പറേഷൻസ് പോസിബിൾ ആവുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ക്വാണ്ടം കമ്പ്യൂട്ടർ ഇത്ര പവർഫുൾ ആവാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സിൽ എന്താണ്, നമ്മളൊരു കറണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ അറ്റ് എ ടൈമിൽ 1 മാത്രമേ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ഈ ക്യൂബിറ്റ്സിൻ്റെ കേസിൽ കമ്പ്യൂട്ടറിന് 2n സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ്സിൽ പെർഫോം ചെയ്യാനും പാരലൽ ഓപ്പറേഷൻ ചെയ്യാനും വേണ്ടിയിട്ട് ഇവിടെ സാധിക്കുന്നുണ്ട്. ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പോസിബിൾ റൂട്ടും വൺസ് അറ്റ് എ ടൈം ആയിട്ട് മാത്രമേ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിലാണെങ്കിലോ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് സ്റ്റേറ്റ് യൂസ് ചെയ്തിട്ട് കറക്റ്റ് റൂട്ട് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് കുറച്ചുകൂടി ഈസി ആയിട്ട് അതിനെ കറണ്ട് പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡാർക്ക് പവർ അല്ലെങ്കിൽ ഡാർക്ക് ടെക്നോളജീനെ കുറിച്ച് പറയാനുള്ളത്. It is impossible to predict when the post-digital era will actually begin, and its birth date will likely only be known in hindsight. If you wait to experiment with and integrate dark technologies, your company may have to play catch-up for years. You don't want to simply meet your customers' expectations. You want to be the company that changes their daily life and their interactions with the world. Okay. Thank you.